أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين. إن الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين. والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم.
അപ്പോൾ ശ്രദ്ധിക്കൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ സംഭവത്തിൻ്റെ തുടർച്ചയാണിത്. അതായത് മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ തൽക്കാലം അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴേക്കും കാണുന്നത്, അദ്ദേഹം പ്രബോധനം ചെയ്തതിൻ്റെ കാതലായ തത്വം എന്താണോ തൗഹീദ്, അതിൽ നിന്ന് നേരെ വ്യതിചലിച്ചുകൊണ്ട് അവരൊരു പശുവിനെ ഉണ്ടാക്കി, സാമിരി ഉണ്ടാക്കിയ ഒരു പശുക്കുട്ടിനെ അവർ ആരാധിക്കുന്ന ഏറ്റവും ദുഃഖകരമായ കാഴ്ചയാണ് മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നപ്പോൾ കാണുന്ന രംഗം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആയത്തുകൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ചില സംഗതികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആളുകളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില വചനങ്ങൾ ഇവിടെയുണ്ട്. അതായത് പിന്നെ വന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് ഭയങ്കരമായ കോപമുണ്ടായി. കോപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കോപിച്ചിട്ടുണ്ട്. പക്ഷേ കോപം എന്തിനു വേണ്ടിയാണ്? എനിക്ക് വ്യക്തിപരമായി ഏൽക്കുന്ന ഒരു നഷ്ടത്തിൻ്റെയോ പരിക്കിൻ്റെയോ പേരിൽ നമ്മൾ കോപിക്കുമ്പോഴാണ് അത് അനാവശ്യമായ കോപമാകുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ഒരാൾ കാണിക്കുന്ന തെറ്റിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കോപം അതെന്താണ്? അത് നമ്മൾ അംഗീകരിക്കപ്പെടുന്നൊരു കോപമാണ്. തിരിച്ചാകുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ വ്യക്തിപരമായൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരാൾ നമ്മളോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതെന്തോ പറഞ്ഞു, അപ്പോൾ നമ്മളൊന്ന് ഇൻസൾട്ട് ചെയ്ത മാതിരി തോന്നി, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാത്ത പോലെ തോന്നി, അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ വ്യക്തിപരമായൊരു പ്രതികാരമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും വ്യക്തിപരമായൊരു കാര്യത്തിന് എന്ത് ചെയ്തിട്ടില്ല? പ്രതികാരം ചെയ്തിട്ടില്ല. അവിടെയാണ് നമ്മൾ ഈ രണ്ട് കോപങ്ങളെയും വേർതിരിക്കുന്നത്. നമ്മളൊക്കെ എപ്പോഴും കോപിക്കുന്ന കാര്യത്തിൽ എന്താ വെച്ചാൽ നമുക്ക് വ്യക്തിപരമായി വരുന്ന പ്രശ്നങ്ങളുടെ കാര്യത്തിൻ്റെ പേരിലാണ് നമ്മൾ കോപിക്കുന്നത്. എന്തെന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചെയ്യാൻ, എന്തെന്നെങ്ങനെ കാണിച്ചു എന്നതാണ് നമ്മുടെ കോപത്തിൻ്റെ ആകത്തുക. പക്ഷേ ദീനിയായ കാര്യത്തിൽ ഒരാൾ കാണിക്കുന്ന എന്താണ് തെറ്റിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടാകുന്ന കോപം, അത് സ്ഥാനത്തുള്ളൂ. അതിൻ്റെ പേരിൽ ഒരാൾ എന്തും ചെയ്യാന്നുള്ളതല്ല. പക്ഷേ ആ ദേഷ്യം എന്താണ്? അതേപോലെ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ദേഷ്യപ്പെട്ടത് എന്തിൻ്റെ പേരിലല്ല? സ്വന്തം വ്യക്തിപരമായ നഷ്ടത്തിൻ്റെ പേരിലല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന ആദർശമാണെന്ത്? തൗഹീദ്. അത് ഈ 40 ദിവസം കൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ നേരെ വിപരീത ഒരു പശുക്കുട്ടിനുണ്ടാക്കി ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. അതുകൊണ്ടാണ് അവിടെ മൂസാ നബി അലൈഹി സ്വലാം കോപിച്ചിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാകുന്നു. ഏതായിരുന്നാലും ഒന്നതാണ്. അപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ പിന്നെ ഹാറൂൻ മൂസാ നബി ഇസ്ലാം വന്നു ഏടുമായിട്ട്, ഏടറിന പലകകളാണല്ലോ, ആ പലകേറ്റ് വരുന്ന സമയത്ത് എന്ത് ചോദിച്ചാൽ ഈ ഒരവസ്ഥ കണ്ടപ്പോൾ വേഗം പലകകളൊക്കെ താഴെ നിലത്തിട്ടിട്ട് നേരെ പോയിട്ട് താടിയും മുടിയും കൂട്ടിയിട്ട് പിടിച്ചു. ആരെ? ഹാറൂൻ നബി അലൈഹി ഇസ്ലാമെ. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, അദ്ദേഹത്തോട് വളരെ കോപത്തോടു കൂടെ എന്താണിത് എന്നെന്ത് ചെയ്യാണ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, യബ്ന ഉമ്മ ഇന്നൽ ഖൗമസ്തളഅഫൂനി, ഇവരെന്ത് എൻ്റെ ജനങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ ബലഹീനമാക്കി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഇവിടെ എൻ്റെ നേരക്കും തിരിഞ്ഞ് ഞാനെന്താ കാണിക്കുക? എനിക്കെന്താ ചെയ്യാൻ പറ്റുക? മൊത്തം ജനങ്ങൾ പ്രതിഷേധിച്ച് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും പശുക്കുട്ടിനെ അംഗീകരിച്ചു, ആരാധിക്കാൻ തീരുമാനിച്ചു. ഒരു കാരണം അതാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, കാതു യഖ്തുലൂനനി, ഇന്നെ കൊല്ലാനാക്കീന്ന്. എന്നാൽ ഇത്തരം ഈ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ, അതായത് ജനങ്ങൾ എന്ത് പച്ച ശിർക്ക് ചെയ്താലും അവിടെ ഒരു ഭിന്നിപ്പുണ്ടാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ മുണ്ടാതിരിക്കണം എന്നതിന് തെളിവായിട്ട് ഈ സംഭവം ഉദ്ധരിക്കാറുണ്ട്. കാരണം അദ്ദേഹം തന്നെ എന്താണ് പിടിക്കണ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറയുന്നൊരു വാക്കുകളുണ്ട്. ഞാനെന്താണ് അവർക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാകുമെന്ന് ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് പറയും? ഹാറൂൻ നബി എന്ത് ചെയ്തു? നിൽക്കുക ചെയ്ത് ഇവർ ശിർക്കൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഒന്നും പ്രതികരിച്ചില്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്യലുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? അവരെന്നെ കൊല്ലാറാക്കി എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്ര
ജീവൻ പോകുമെന്ന് പേടിക്കണ അത്രയും ഘട്ടം വരെ ആ തിന്മയോട് അദ്ദേഹം എന്ത് ചെയ്തു? പ്രതികരിച്ചു നിന്നു എന്നുള്ളതാണ് ഇവിടെ പറയണത്. അത്ര വ്യക്തമായിട്ട് പറയാണ്, എൻ്റെ ജനങ്ങൾ മുഴുവനും എന്നെ ബലഹീനമാക്കി, എന്നെ ഓലക കീഴ്പ്പെടുത്തി, എന്നെ കൊല്ലാനാക്കി എന്നാണ് പറയണത്. ഞാൻ അത്ര ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശത്രുക്കളായ ആളുകൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് മൂസേ, നീ എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ശത്രുക്കൾക്ക് അതൊരു സന്തോഷമാകും. അതുകൊണ്ട് ഇന്നൊന്നും ചെയ്യരുതേ എന്ന് അവിടെ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഹാറൂൻ നബി അലൈഹി സ്വലാം അഭ്യർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? കാണുന്നത്. അപ്പോൾ ആ വാദം തെറ്റാണെന്നർത്ഥം. ഈ 150-ാമത്തെ ആയത്ത് ശരിക്കും വായിച്ചാൽ ഹാറൂൻ നബി മുണ്ടാതിരുന്നു എന്ന് അവന് എവിടുന്നും കിട്ടൂല. ശക്തമായി പ്രതികരിച്ചു എന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഒരാശയം. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ കൺമുന്നിൽ നമുക്ക് വരാനിരിക്കാവുന്ന ഭൗതികമായ നഷ്ടലാഭങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ വളരെ കൃത്യമായി ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കെതിരായി ഒരു പശുക്കുട്ടിയെ സ്വർണം കൊണ്ടുണ്ടാക്കി ആരാധിക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ പരിഹരിക്കേണ്ട കാര്യമാണ്. ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ, ഉത്ബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ, വഹി വന്നുകൊണ്ടിരിക്കെ, ആ പ്രവാചകൻ്റെ സമുദായത്തിൽ നിൽക്കെയാണ് ഇവരെന്ത് ചെയ്യേണ്ടത്? ഒരു പശു. അപ്പോൾ ഈ ശിർക്കിന് എന്തായിരുന്നു ഫലം എന്നതാണ്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് പല സംഗതികളും നമ്മുടെ മനസ്സിലേക്ക് വരിക. അതെന്താ പടച്ചുണ്ടാക്കി വെച്ചാൽ 2 തരത്തിലുള്ള ശിക്ഷകൾ അവർക്ക് കൊടുത്തു. ഒരു ശിക്ഷ എന്താണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ എന്താ അറിയൂ, ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് കൊടുത്ത ശിക്ഷകളിൽ അള്ളാഹുവിൻ്റെ കോപം അവർക്കുണ്ടായി. ദുനിയാവിൽ അവർക്ക് ഭയങ്കരമായ നിന്ദ്യത കൊടുത്തു. എന്താണ് ആ നിന്ദ്യത എന്ന് ചോദിച്ചാൽ അവരങ്ങോട്ടും കൊല്ലാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കൂടി ജീവിക്കുന്നൊരു സമൂഹത്തിൽ ഭാഷൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ കക്ഷ്യത്തിൻ്റെ പേരിലോ ഒരു കക്ഷി മറ്റൊരു കക്ഷിനെ വംശനാശം നടത്താൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു ശിക്ഷയാണെന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? കൊല്ലുക. പുറത്തുനിന്നൊരു ശിക്ഷയും വരണ്ട, ഓരെണ്ണം തമ്മിൽ അടിച്ചണ്ട് തീരും. അതാണ് കൊടുത്തൊരു ശിക്ഷ. അതാണ് ഫക്തുലു അംഫുസക്കും എന്നല്ലേ, എന്തായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? കൊന്നു കളയാം. അതാണ് ഒരു ശിക്ഷയായിട്ട് അവർക്ക് ഉണ്ടായ കാര്യം. പിന്നെ ഇഹലോകത്ത് അവർക്ക് എന്ത് ചെയ്തു? നിന്ദ്യത ലഭിച്ചു എന്നാണ്. പല രൂപത്തിലുള്ള ശിക്ഷകളും അള്ളാഹു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ അറിയോ, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചാൽ, ഷിർക്ക് സംഭവിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ പേരിലുണ്ടാകും. അപ്പോൾ ഒരു മുസ്ലിം സമൂഹം തൗഹീദിൽ നിന്ന് അകന്നാൽ, ഷിർക്കിനെ സ്വീകരിച്ചാൽ, പച്ചയായ ബിംബാരാധനയിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന സുരക്ഷിതത്വവും സമാധാനവും സംരക്ഷണവും എന്താകും? നശിച്ചു പോകും. പിന്നെ അതിനെ പരിഹരിക്കാൻ ആരെക്കൊണ്ടും എന്താവില്ല, സാധിക്കുകയില്ല എന്നൊരു വലിയ പാഠം കൂടെ നമുക്കിന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മളിങ്ങനെ വായിച്ചു നോക്കാം. 150-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ വായിക്കുന്നത് കേട്ടോ. വലമ്മ റജ, അങ്ങനെ എന്ത് ചെയ്തപ്പോൾ വലമ്മ റജ മൂസ ഇലാ കൗമിഹി ഗൾബാന അസിഫൻ. വലമ്മ റജ മൂസ മടങ്ങിയപ്പോൾ ഇലാ കൗമിഹി തൻ്റെ ജനതയിലേക്ക്, ഗൾബാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കോപത്തോടു കൂടെയാണ്, ഫഅല എന്നുള്ള വസനാണ്. അസിഫൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ദുഃഖത്തോടെ ഖേദത്തോടു കൂടെ കേട്ടോ ആണ്. ഖേദക്കാരനായി, ദുഃഖിതനായിക്കൊണ്ട്, കുപിതനായി, ദേഷ്യപ്പെട്ടവനായി കേട്ടോ മൂസാ നബി എന്ത് ചെയ്തു? തൻ്റെ ജനതയിലേക്ക് മടങ്ങി വന്നു. തിരിച്ച് തൗറാത്തൊക്കെ വാങ്ങി വരികയാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ്? കാല ബിസ്സമാ ഖലഫ്തുമൂനി, ബിസ്സമാ എത്ര ചീത്ത, ഖലഫ്തുമൂനി എൻ്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ചത്. ഖലഫ്തും നിങ്ങൾ എൻ്റെ പിന്നിൽ, എനിക്ക് പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ചത്, ഞാൻ പോയിട്ട് നിങ്ങൾ ചെയ്തത് എത്ര മോശം. മിംബഅദി, എൻ്റെ ശേഷം, എൻ്റെ പോക്കിനു ശേഷം എൻ്റെ പിന്നിൽ ഞാൻ പോയിട്ട് നിങ്ങൾ ചെയ്തത് എത്ര മോശം. അജിൽത്തും അംറ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ ഒരു കൽപ്പനയ്ക്കു കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാട്ടിയോ?
ഒരു കാവലും എന്നൊരു മനസ്സിലൊരു കാര്യം തോന്നുമ്പോൾ ഏതായാലും നമ്മളെ നബി ഇവിടെ അല്ലല്ലോ, വരട്ടെ എന്നിട്ട് ചോദിച്ചിട്ടാകാം എന്നൊന്നുള്ള ഒരു തീരുമാനവും അന്വേഷണവും അല്ലാതെ നിങ്ങൾക്ക് മനസ്സ് തോന്നിയത് നിങ്ങൾ എന്ത് ചെയ്തു? അണ്ട് ചെയ്തില്ലേ? ഞാൻ പോയിട്ട് ദേഷ്യപ്പെട്ട് വേണ്ട വാക്കാണത്. കാലബിസമാ ഖലഫ്തുമൂനി മിൻ ബഅദി അജിൽതും അംറ റബ്ബിക്കും എന്ന് ചോദിച്ചു. എന്നിട്ട് വാൽക്കൽ അൽവാഹ്, അദ്ദേഹം പലകകളിട്ടു, തൗറാത്തിൻ്റെ ഏടുകൾ അവിടെ വെച്ചു. എന്നിട്ട് വാഹദ ബി റഅ്സി അഖീഹി യജുറുഹു ഇലൈഹി, അഹദ ബി റഅ്സി റഹി, റഅ്സ് തന്നെ തല, മുടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ മുടിമണ് പിടിച്ചു. എന്നിട്ട് യജുറുഹു വലിച്ചു, ഇലൈഹി തന്നിലേക്ക്. അതിങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? തന്നിലേക്ക് ഇങ്ങോട്ട് വലിച്ചു. മുംതലി അൻ ഗളബൻ, കോപം നിറഞ്ഞവനായിക്കൊണ്ട് കേട്ടോ, വഗൈലൻ അലൈഹിം, അവിടെ മേൽ ദേഷ്യം കാണിച്ചുകൊണ്ട്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ സാധാരണഗതിയിൽ ഒരു വലിയ തത്വം ഇതിലുണ്ട്. അതെന്താ വെച്ചാൽ, നമ്മളോടൊരാൾ ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യത്തിന് വിധേയമാകുന്ന വ്യക്തി, ഇപ്പം നമ്മളോട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വാപ്പ എന്നോട് കോപിക്കുകയാണെങ്കിൽ ഞാൻ എന്താ വിചാരിക്കുക? എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യണമെന്നല്ല വിചാരിക്കുക. ഈ ദേഷ്യപ്പെടുന്നവരോട് നമ്മൾ ചോദിച്ചാൽ എന്താണ് ന്യായം പറയാറിയോ? എനിക്ക് ഓനോട് അത്ര ഇഷ്ടവും സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നതെന്നാണ് പറയാം. മനസ്സിലുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ? എനിക്ക് ഇവരോട് അത്ര ഇഷ്ടവും സ്നേഹം ഉള്ളതുകൊണ്ടാണെന്നാ പറയാം. ഓൻ്റെ മകനല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ പോവുമോ ദേഷ്യപ്പെടാൻ? എന്തേലും ആയിക്കോട്ടെ വിചാരിക്കൂല ഞാൻ ഇപ്പോൾ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാ? ഇതിൻ്റെ മകനാവുകൊണ്ടാണ്, എൻ്റെ ഭാര്യ ആവുകൊണ്ടാണ്, എൻ്റെ അനുജനാകണോണ്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇമാം സാദി തഫ്സീർ പറയേണ്ടത്. ഇത് അദ്ദേഹത്തിൻ്റെ എന്താണ്? വകമാലി നുസ്ഹിഹി വശഫഖതിഹി എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തൻ്റെ ജനങ്ങളോട്, അതേപോലെ തന്നെ ഹാറൂൻ നബിയോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ കൊണ്ടും അങ്ങേയറ്റത്തെ വാത്സല്യം കൊണ്ടുമാണ് ദേഷ്യപ്പെട്ടതെന്നാണ് പറയണത്. ദേഷ്യപ്പെടുന്നതാണ് അങ്ങേയറ്റത്തെ വാത്സല്യം കൊണ്ടും അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടുമാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. ഇതെല്ലാവർക്കും മനസ്സിലായാൽ ഇവിടുത്തെ പ്രശ്നം മുക്കാൽ ഭാഗം തീർന്നു. ഭർത്താവ് എന്തിനാ ചൂടാവണമെന്നാണ് ഭാര്യ ചോദിക്കണത്? ഇഷ്ടം കൊണ്ടാണെന്നാണ് പറയണത്. വാപ്പ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്നോട് മാത്രമല്ലല്ലോ ദേഷ്യം, വേറെല്ലാവരോടൊന്നുമില്ലല്ലോ, എന്നോട് അധികം ഇഷ്ടം. അതാ പറയണത്. ഗുണകാംക്ഷ കൊണ്ടും അതേപോലെ തന്നെ വാത്സല്യം കൊണ്ടുമാണ് എന്തുണ്ടാവുന്നത്? ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നതിൻ്റെ ഒരു ചുരുക്കം. അപ്പോൾ അതാ പറഞ്ഞത്. കാല ബിഅ്സമാ ഖലഫ്തുമൂനി മിൻ ബഅദി ബിഅ്സൽ ഹാലത്തുല്ലത്തി ഖലഫ്തുമൂനി ബിഹാ മിൻ ബഅദി ദഹാബി അൻകും, ഞാൻ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതാണ്. അത്രയും മോശപ്പെട്ട ഒരവസ്ഥയാണ് നിങ്ങൾ ചെയ്തത് എന്നാണ്. അജിൽതും അംറ റബ്ബിക്കും ഹൈസു വഅദകും ബിഇൻസാൽ കുതുബ് ഫബാദർതും ബിറഈകുമുൽ ഫാസിദ്. എന്താ? നിങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങളാകുന്ന ഏടുകളെ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും വേർതിരിച്ച് തരാനല്ലേ ഞാൻ തൂരിസീനയിലേക്ക് ഏട് വാങ്ങാൻ പോയത്? എന്നിട്ട് കൽപ്പനകൾ കിട്ടി നിർദ്ദേശങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങളെ വകയായിട്ട് നിങ്ങൾ ദീനും നിയമമൊക്കെ ഉണ്ടാക്കിയാണ് ചെയ്യുക. ഞാൻ ഇപ്പം എന്തിനാ പോയത്? നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പോയതല്ലേ. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എന്ത് ചെയ്യുക? നിങ്ങൾ പുതിയ ദീനും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. വ അൽക്കൽ അൽവാഹ്, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? താഴത്ത് കിട്ടുമെന്നാണ്, വേറൂടല്ല അല്ല കേട്ടോ. റമാഹബിൽ ഗളബ് എന്നാണ്. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? അപ്പത്തെ കയ്യിലുള്ള ഏടുകളെ, വേദഗ്രന്ഥത്തിൻ്റെ ഏടുകളാണ്, താഴത്തേക്ക് ഇട്ടു. വ അഖദ ബിറഅ്സി അഖീഹി, അഖദ ബിറഅ്സി അഖീഹി, സഹോദരൻ്റെ തല പിടിച്ചു, നന്ന മുടി പിടിച്ചു. ഹാറൂന വലിഹിയത്തിഹി, ഹാറൂനിൻ്റെ താടിമ പിടിച്ചു. എന്നിട്ടോ യജുറുഹു ഇലൈഹി. സാധാരണ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യത്തിനാണ് നമ്മൾ ദേഷ്യം പിടിക്കുക. അപ്പം നമുക്ക് മനസ്സിലായി ഞാൻ ദേഷ്യം പിടിക്കുക. പക്ഷെ ദേഷ്യമൊക്കെ പിടിച്ച് പറയേണ്ടതൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിൻ്റെ പേരിലാണ് ദേഷ്യം പിടിച്ചത്, ആ കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ തുടങ്ങും നമുക്ക്.
അതിൻ്റെ നിജസ്ഥിതി നമുക്ക് കിട്ടാൻ തുടങ്ങും. നിജസ്ഥിതി കിട്ടുമ്പോഴാണ് മനസ്സിലാക്കുക എന്ത് ഇത് ഇത്ര ദേഷ്യം പിടിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാം ദേഷ്യമൊക്കെ പിടിച്ച് ഒക്കെ പറഞ്ഞു. അപ്പോഴാണ് ഹാറൂൻ നബി പറയണത്, ഇൻ്റെ അവസ്ഥ ആലോചിക്കണം, എല്ലാവരും പാടെ കൂടി ഇന്നെന്ത് ചെയ്തു, ആകെ ബലഹീനമാക്കി, അവരെന്നെന്ത് ചെയ്തു, കൊല്ലാനാക്കി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാലബിന ഉമ്മ എൻ്റെ മാതൃപുത്ര എന്ന് പറഞ്ഞാൽ ഉമ്മയൊത്ത സഹോദരൻ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വാപ്പി ഉമ്മയൊത്ത ആളാന്ന് എന്ത് ചെയ്യാം, വിചാരിക്കപ്പെടാം എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയണം. കാലബിന ഉമ്മ ഇന്നൽ ഖൗമസ്തദ്അഫൂനി, തീർച്ചയായും ജനങ്ങൾ എന്നെ ബലഹീനരാക്കി തീർത്തു എന്നർത്ഥം. ജനങ്ങൾ എന്നെ എന്ത് ചെയ്തു, ബലഹീനരാക്കി തീർത്തു പറഞ്ഞാൽ എല്ലാവരും പാടെ എന്നെ നേരിട്ടുകാട് എന്ത് ചെയ്തു, തോൽപ്പിച്ചു. എനിക്ക് അവരെ അതിജീവിക്കുവാനും അവരെ കീഴടക്കുവാനും അവരെ പ്രതിരോധിക്കുവാനും എനിക്ക് പറ്റാതെ വന്നു. ഇന്നൽ ഖൗമസ്തദ്അഫൂനി വകാദൂ യഖ്തുലൂനനി, എന്നെ അവർ കൊലപ്പെടുത്താറാവുകയും ചെയ്തു. നോക്കിങ്ങൾ, ഈ ആയത്ത് മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, മറ്റേ ആയത്ത് ഓതുക. എന്ത് വലിയ ഭിന്നിപ്പുണ്ടെങ്കിലും തൗഹീദ് ഭിന്നിപ്പിൻ്റെ സന്ദർഭത്തിൽ പറയാതെ നിൽക്കണം എന്ന് പറയുന്ന ആളുകൾ ഈ സന്ദർഭത്തെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ ഹാറൂൻ നബി പ്രതികരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും ശക്തമായി പ്രതികരിച്ച് കൊല്ലാനാക്കി എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഫലാ തുഷ്മിത് ബിയൽ അഅദാഅ വലാ തജ്അൽനി മഅൽ ഖൗമിൽ ളാലിമീൻ. ശമാത്തത്തുൽ അഅദാ, രക്ഷ തേടാൻ പറഞ്ഞ 4 കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ ഒരു അർത്ഥവിശാലത നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ സൗദിയിൽ നിന്ന് അവിടെ നിന്നുള്ളൊരു പണ്ഡിതൻ്റെ ഖുത്ബ കേട്ടു. അദ്ദേഹം സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന മാത്രമായിരുന്ന ഖുത്ബ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദർകി ശഖാ വസൂഇൽ ഖലാ വശമാതത്തിൽ ആദാ. അദ്ദേഹം ആ ഖുത്ബ പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ റോഹിംഗ്യൻ മ്യാൻമറിലെ മുസ്ലിങ്ങളെ പറ്റിയാണ് പറയണം. അതിനോട് കണക്ട് ചെയ്യാനാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ച്. അത് പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ, പരീക്ഷണങ്ങളുടെ ക്ലേശകരമായ പരീക്ഷണം എന്നുണ്ട് നമ്മുടെ ഭാവനയിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ. വസൂഇൽ ഖലാ, എന്താണ്, ദുർവിധി, നമുക്ക് ഒരിക്കലും ഗുണകരമല്ലാത്ത വിധികൾ. ഷമാത്തത്തിലാത, ശത്രുവിൻ്റെ സന്തോഷം. അതിന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. അതിൻ്റെയൊക്കെ ഓരോ പദങ്ങളെയും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് അതിൻ്റെ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ, ഇത് നമ്മൾ ഇസ്തിആദത്ത് അള്ളാഹുവോട് ചോദിക്കേണ്ട കാര്യമാണെന്ന് പറയണം. അതിൽ ഷമാത്തത്തുൽ ആദാ ഉണ്ട്, ശത്രുവിൻ്റെ സന്തോഷം. അതുതന്നെയാണ് ഇത് ഫലാ തുഷ്മിത് ബിയൽ ആദാ. എന്താണ്, എന്നെ നിന്ദിച്ചുകൊണ്ട് നീ ശത്രുക്കളെ സന്തോഷപ്പെടുത്തരുത് എന്നാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഏറ്റവും വലിയ ഇടങ്ങേറ് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ രോഗക്കായി കിടക്കുന്ന ചില ആൾക്കാരെ സന്ദർശിക്കാൻ അയക്കൂല. കാരണം നമുക്ക് ആജീവനാന്തം നമ്മളോട് എതിർത്തുന്ന ശത്രുക്കളാണെങ്കിൽ നമ്മൾ ഒരു ദയനീയമായ അവസ്ഥ കിടക്കുമ്പോൾ ഓനൊന്ന് വെറുതെ വന്ന് നമ്മൾ മുഖത്ത് നോക്കിയാൽ മതി, മൂപ്പർക്ക് ജീവിതം മുതലായി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും, പൊതുവേ എനിക്കവനെ കാണണ്ടെന്നറിയാം ആൾക്കാർ. അതാ പോണ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാർ ആ ഉദ്ദേശത്തിൽ തന്നെ പോണ ആൾക്കാരുണ്ടാവും. അതിനേക്കാളും വലിയ ക്രൂരതയൊന്നും ഒരാളോട് ചെയ്യാൻ വേറെ ഇല്ല. അത്ര വലിയ ആർക്കും നാളെ ഇയാൾക്കും വരാവണമാണിത്, ആർക്കും വരാം. രോഗം വരുന്നത് ഒരാളുടെ അക്രമം കൊണ്ടോ തിന്മ കൊണ്ടോ ഒന്നൊന്നുമല്ല. അങ്ങനെ ഈ പ്രവാചകന്മാർക്ക് വരില്ല, ആർക്കും വരും. അസുഖങ്ങൾ ആർക്കും വരും. അസുഖം വരുന്നവൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച നല്ല വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനാണ് തെളിവുകൾ കൂടുതലുള്ളത്. രോഗങ്ങൾ വന്ന ആളുകൾക്ക് അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളാണ്. എന്താ വെച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടതുകൊണ്ട് പരലോകത്ത് ശിക്ഷ അയാൾക്ക് ഒഴിവാക്കി കൊടുക്കാൻ ഇവിടെ ചെറിയ ശിക്ഷ അവസാനത്ത് കൊടുത്തുങ്ങാട്ടെ ആണ് കൊണ്ടുപോകുകയാണെന്നാണ്. അപ്പോൾ അയാൾ ആരാ? അപ്പോൾ കിട്ടിയവനാരാ? പരലോകത്ത് ശിക്ഷ ഒഴിവായി കിട്ടാനുള്ള ആളായിരിക്കാം. നബി പറഞ്ഞൊരു സാധ്യതയാണല്ലോ അത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അങ്ങനത്തതാണ് ഖൈറ്. അപ്പോൾ അത് കിട്ടിയവനാണെന്ത് അംഗീകരിക്കപ്പെടേണ്ട വ്യക്തി എന്നാണ് എന്ത് ചെയ്യുക വരിക. ആൾക്കാരെപ്പോഴും തിരിച്ചേ മനസ്സിലാക്കുകയുള്ളൂ.
വലാ തുഷ്മിത്ത് ബിയല്ലാതാ വലാ തജ്അൽനി മഅൽ ഖൗമിൽ ളാലിമീൻ, എന്നെ നീ അക്രമികളോട് കൂടെ അക്രമിയുടെ പക്ഷത്താക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം എന്താണ് ശരിക്കും മനസ്സിലാവണം? എന്താ, മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബിനെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തോ കാര്യമായ തകരാറ് പറ്റിയെന്നല്ലേ? അതല്ലേ ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും എന്നെ എന്ത് ചെയ്യരുത്, അക്രമികളുടെ പക്ഷത്തിൽ എന്നെ പെടുത്തരുത് എന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ, നേരത്തെ ഞാൻ പറഞ്ഞു ദേഷ്യവും കോപവും ഉണ്ടാകുമ്പോൾ ആരോടാണോ നാം ദേഷ്യപ്പെടുന്നത് അയാളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ദേഷ്യമുണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് 159-ാമത്തെ വചനം. കാല റബ്ബിഗ്ഫിർലി വലി അഖീ വഅദ്ഖിൽനാ ഫീ റഹ്മതിക് വഅൻത അർഹമുർ റാഹിമീൻ. കാല റബ്ബിഗ്ഫിർലി, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് നീ എന്ത് ചെയ്യണേ, പോർത്തു തരണേ. കാല റബ്ബിഗ്ഫിർലി, എൻ്റെ നാഥ എനിക്ക് നീ എന്ത് ചെയ്യണം, പോർത്തു തരണം. അതാണ് ഫനദമ മൂസ അലൈഹിസ്സലാം അലമസ്തഅജല മിൻ സുൻഇഹി ബി അഖീഹി ഖബ്ല അൻ യഅലമ ബറാഅതുഹു. തൻ്റെ സഹോദരൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കുന്നതിന് മുമ്പ് ധൃതിപ്പെട്ടുകൊണ്ട് താൻ ചെയ്തു പോയ പ്രവർത്തനത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന് ഖേദമുണ്ടായി. മിമ്മ ലന്നഹു ഫീഹി മിനത് തഖ്സീർ, എന്തോ ചില വീഴ്ചകൾ ഹാറൂനിന് പറ്റിയിട്ടുണ്ടെന്ന് മൂസാ നബി അലൈഹിസ്സലാം തുടക്കത്തിൽ തെറ്റിദ്ധരിച്ചു പോയതാണ്. യഥാർത്ഥത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് കാല റബ്ബിഗ്ഫിർലി വലി അഖീ, റബ്ബേ എനിക്ക് പുറത്തു തരണേ, എൻ്റെ സഹോദരനും പുറത്തു തരണേ. വഅദ്ഖിൽനാ ഫീ റഹ്മതിക്, എന്തായിരിക്കണം, നിൻ്റെ കാരുണ്യങ്ങളിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനുണ്ടായ കാരണം അതാകുന്നു എന്നാണ്. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തും ഫിൽ ഹയാത്തിദ് ദുനിയ വകദാലിക നജ്സിൽ മുഫ്തരീൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അതിന് വ്യാഖ്യാനം വിശദീകരണമൊന്നും വേണ്ട. എന്തരോ, തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാം. അതിലേറ്റവും ഗുരുതരമായ തെറ്റാണ് എന്ത്, ഷിർക്ക്. ആ ഷിർക്ക് ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ, വഹിയുകൾ വന്നുകൊണ്ടിരിക്കെ ആ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ആ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചവരുടെ അവസ്ഥയാണ് അള്ളാഹു 152-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഖാലല്ലാഹു തആല മുബയ്യിനൻ ഹാല അഹ്ലിൽ ഇജ്ലിൽ ലദീന അബദൂഹു, പശുക്കുട്ടിയെ ആരാധിച്ചവരുടെ അവസ്ഥ എന്താണ്? അവിടെ അവസ്ഥ ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല ഇലാഹൻ, എന്താണ്? പശുക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ച ആളുകൾ. സയനാലുഹും ഗളബും മിർ റബ്ബിഹിം, അവർക്ക് തങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള കോപവും വദില്ലത്തും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ നിന്യതയും ബാധിക്കുന്നതാണ്. ഗളബും മിർ റബ്ബിഹിം, അവിടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള എന്ത്, കോപം. വദില്ലത്തുൻ, ആ വാക്കൊക്കെ നമ്മൾ പ്രത്യേക അടിവരണം. വദില്ലത്തുൻ, ഇതേ ഒരു സംശയവും വേണ്ട, പശുക്കുട്ടിനെ ഉണ്ടാക്കി ആരാധിക്കുക എന്ന ഷിർക്കിനുള്ള ശിക്ഷയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആ ശിക്ഷ എന്താണൊന്ന് ദില്ലത്താണ് കേട്ടോ. ആളുകൾ അക്ഷരം പഠിപ്പിക്കും, പുസ്തകം വായിപ്പിക്കും, ഇംഗ്ലീഷ് പഠിപ്പിക്കും ഒന്നും ചെയ്താൽ സമൂഹത്തിന് പ്രതാപം ഉണ്ടാവില്ല. പ്രതാപം എപ്പോഴാണ് ഉണ്ടാവുക അറിയോ? എപ്പോഴാണ് ഉണ്ടാവുക? തൗഹീദിൻ്റെ അളവ് എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് ഔന്നിത്യം. ഇതാ ഇസ്ലാമിൻ്റെ കണക്ക്. തൗഹീദിൽ നിന്ന് എപ്പോൾ താഴത്തേക്ക് ഇറങ്ങണോ ആ സെക്കൻഡിൽ അവരെതിലേക്കെത്തും, നിന്യതയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ കാരണം, വേറൊന്നുമല്ല. പക്ഷെ ആ ഗുണം എല്ലാവർക്കും കിട്ടാം. മനസ്സിലേ? ഒരു സമൂഹത്തിന് കടുക്കുന്ന ഉയർച്ചയുടെ അവകാശികൾ ആരാവാം? എല്ലാവർക്കും കിട്ടാം. നിന്യത വരുമ്പോൾ അതിൻ്റെ ദോഷവും എല്ലാവർക്കും എന്താകാം? വരാം. അതുകൊണ്ട് തൗഹീദാണ് പ്രതാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞ് ഇഹലോക ജീവിതത്തിൽ നിന്യതയും ബാധിക്കുന്നതാണ്. വകദാലിക നജ്സിൽ മുഫ്തരീൻ, അപ്രകാരം അത്രേ വ്യാജം കെട്ടിച്ചമക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത്. എന്നാൽ അതിൻ്റെ മറുവശവുമുണ്ട്. വല്ലദീന അമിലുസ് സയ്യിആത്ത്, അതന്നെ തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ, സുമ്മ താബൂ മിൻ ബഅദിക, പിന്നീട് അവർ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ആമനു വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം, അതിനുശേഷം നിൻ്റെ റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കുകയും
കൊടുക്കുന്നവനും കരുണാനിധിയുമാവുന്ന. എന്നാൽ തെറ്റ് സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? പശ്ചാത്തപിച്ചു, ഖേദിച്ചു, മടങ്ങി. അള്ളൊക്കെ മാറ്റിക്കൊടുക്കും. യൂനുസ് നബി അലൈഹി സ്വലാം സമുദായത്തിന് ശിക്ഷ ഇങ്ങനെ കാർമേഘങ്ങളായി വന്നിങ്ങനെ നിൽക്കല്ലേ. ഓലെല്ലാവരും പാടൻ പോയിട്ടാണ് തൗബ ചെയ്തു. അപ്പം എന്ത് ചെയ്തു? ശിക്ഷ അതേപോലെ ഒഴിഞ്ഞാണ് പോയി. അങ്ങനെ സംഭവിക്കും. ആത്മാർത്ഥമായ പശ്ചാത്താപങ്ങളിലൂടെ എല്ലാം എന്ത് ചെയ്യും? പരിഹരിച്ചു പോവുകയും ചെയ്യും. ഏത് തെറ്റും അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു തരും ആത്മാർത്ഥമായ പശ്ചാത്താപങ്ങളിലൂടെ എന്നാണ് മനസ്സിലാക്കി തരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ റജാ മൂസാ ഇലാ ഖൗമിഹി ഗളബാന അസിഫാ قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين إن الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم